ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ സീസൺ 2 എപ്പിസോഡ് 1 ആയിട്ട് വന്നേക്കാണ്. നമ്മളെ മറ്റേ ചാനൽ നമ്മളെ കയ്യിൽ നിന്ന് അടിച്ചു പോയിട്ടുണ്ട്. എത്ര 370 സബ് സംതിങ് ഉണ്ടായിരുന്നു, നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മളെ പുതിയ ചാനലാണ്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് സ്പോണായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വുഡ് കട്ട് ചെയ്യാം. ഇതേവിടെ ഒറ്റയ്ക്കൊരു മരം നിൽക്കുന്നത്, ഈ മരം തന്നെ അത് ഇടിച്ച് പോയി പൊട്ടിക്കാം. ആദ്യം തന്നെ നല്ല തുടക്കം ബഗ് അടിച്ചിരിക്കുന്നു. എന്തോ ആടെ ഇത് ബഗ് റോക്ക് അടിച്ചതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് വുഡ് നമുക്ക് ഇവിടെ വെക്കാം. ആ വുഡ് പോലും കാണും ഈ അജാതി ബഗ്. നമുക്കിനി ബാക്കിയുള്ള വുഡ് കട്ട് ചെയ്യാം. എന്തോ ഒരു ബഗ് അടിക്കണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ മറ്റേ ചാനൽ എന്തോ ഹാക്കായി പോയതാണ്, സീലെ പോട്ടെ. നമുക്ക് ഈ വുഡൊക്കെ ഇനി എടുത്ത് കട്ട് ചെയ്യാം. നമുക്ക് ബാക്കി ടൂൾസൊക്കെ ഉണ്ടാക്കാം. 3 വുഡ് കിട്ടി. ഞാൻ കുറച്ച് നാളായിട്ടോ ഗെയിമൊക്കെ കളിച്ച് തുടങ്ങിയിട്ട്. ഞാൻ കുറച്ച് കാലം ഇപ്പോൾ ഒന്നും ഗെയിം തന്നെ എടുത്തിട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ഞാൻ കുറച്ച് റിസോഴ്സ് പാക്കും കാര്യമൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി വെക്കാം. എന്നിട്ട് ഒരു പിക്കാക്സും ഒരു ആക്സും റെഡി. ഷീപ്പ് വല്ലതും ഇവിടെ ഉണ്ടോ? ഷീപ്പൊയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൺലി ടുഡേയ്സ് ഗോൾ. വേറെ ഒന്നും ഞാൻ വെക്കാത്ത കാരണം ഒന്നാമത്തെ ഇപ്പോൾ ടൈമൊക്കെ ഒന്നും ഇല്ല, കുറച്ച് കുറവാണ്. നമുക്കിനി ടൈമൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. ഡെയിലി വീഡിയോസ് എന്ന് പറയുമ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തന്നെ ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും. ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങോട്ട് ക്ഷമിക്കുക. ഈ 2 ഷീപ്പും കൂടി താടി നമുക്ക് വമ്മാരം കൂടി കൊല്ലട്ടോ. ഫുഡും വിഷമുണ്ട്. വലിയൊരു പ്ലെയിൻസാട്ടോ. ഇത് റാൻഡം സീഡ് ഞാൻ അടുത്താണ്. ഞാനൊരു 2 വോളും കൂടി തപ്പിച്ച് കാണിക്കാം ഗൈസ്. നമുക്ക് 3 വോളും കിട്ടിയിട്ടുണ്ട്. നൈറ്റും ആയിട്ടുണ്ട്. ആഹാ സോഹ. അപ്പം തന്നെ ചാവില്ല. സ്കെൽറ്റണും സോംബിയും ഒക്കെ ഇറങ്ങിയടേ. എൻ്റെ പൊന്നി എങ്ങനെ ലോടി തള്ളട്ടെ. വുഡും ഇല്ല ഗൈസ്, ബെഡ് ഉണ്ടാക്കാൻ വുഡും ഇല്ല. നമുക്കൊരു 2 വുഡ് എവിടുന്നേലും അടിച്ച് മാറ്റാം. ആ 2 വുഡ് ഇവിടുന്ന്. ഷിറ്റ്. നമുക്ക് 2 വുഡും കിട്ടി. ലെറ്റ്സ് ഗോ. പൊന്നേ സ്കെൽറ്റനൊക്കെ ഇറങ്ങണേനും പോടട്ടെ. ലിപ്പടിച്ചാവും തള്ളേ തേച്ച്. ഫുഡ് അടിച്ച് റിയലി ട്രൂലി നമ്മളെങ്ങനെയൊക്കെ രക്ഷപ്പെടും. ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കണം. നമ്മളെങ്ങനെയൊക്കെ കിടന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ഇതെടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് എടുക്കല്ലോ കേട്ടോ. ഒന്നാമത്തെ ഹെൽത്ത് കുറവാ. ഹെൽത്തൊക്കെ ഫുള്ളുണ്ടല്ലോ. ഞാൻ കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാം. ഇതേ ഇവിടെ 2 പൊട്ടന്മാരൊക്കുന്നു. അന്തസ് ചാവടി ഇവിടെ തന്നെ കൊന്ന്. നമുക്ക് ഇത്ര ഫുഡും കാര്യമൊക്കെ തന്നെ മതി. ഇതിൻ്റെ പൊന്നി നമുക്ക് ഇനി ഒരു ബേസിൻ്റെ പണിയും കാര്യമൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വലിയൊരു പ്ലെയിനും കാര്യമൊക്കെ തന്നെ പ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് തന്നെ ആവും ബേസ് വെക്കുക. പക്ഷെ ഇങ്ങോട്ടാക്കിയിട്ട് തന്നെ നമുക്ക് ബേസ് വെക്കാം.
അത് നമ്മളെ ക്രാഫ്റ്റിൻ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ബെഡ് ഇവിടെ വെക്കാം, നമ്മൾ ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാം. എനിക്ക് ഈ മരം പോയി ഇടിച്ച് കൂട്ടിക്കാം. ഇങ്ങനെ 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 പൊട്ടിക്കണം. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. നമ്മൾ ചെസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളൊരു കൂടെ ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ വരുന്ന ബാക്കി ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇനി നമുക്ക് സ്റ്റോണ് പോയി കളക്ട് ചെയ്യാം. സ്റ്റോണ് കളക്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് സ്റ്റോണ് കണ്ടിരുന്ന് നമുക്ക് നേരെ അവിടെ കോടാം. ഫുഡ് കോൾ എവിടുന്നേലും കിട്ടുമോ നോക്കണമല്ലോ. എന്തായാലും അവിടെ ചെറിയൊരു സ്റ്റോണേജ് പോലെ ഒരു മല പോലെ കാണുന്നുണ്ട്. ഒക്കെ നമ്മളെ മൈനിങ്ങിലേക്ക് ഇങ്ങോട്ട് സെറ്റാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഫ്രഷ് സ്റ്റാർട്ട് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ചാനൽ പോയ എല്ലാ വിഷമമുണ്ട്. പിന്നെ പോയി ഇവിടെ നിന്ന് കോളില്ലേ? അതേ കിടക്കുന്ന കോള്. ഈ കോളും കൂടെ അടിച്ചു മാറ്റാം. ഒറ്റ കോളാ, എന്ത് പാട്. ഞാൻ തിരിച്ച് നമ്മുടെ ബേസിലോട്ടോട്ടെ. നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വില്ലേജ് തപ്പിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഇന്ന് കയറിയതേയുള്ളൂ. അപ്പോൾ ഇതിന് വില്ലേജ് തപ്പിപ്പോണ്ട വെച്ചിട്ടാണ്. നമുക്കൊരു എക്സ്ട്രാ ബെഡ് കയ്യിലുണ്ടാക്കി വെച്ചേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി മോഡ് പാക്കോ സർവറോ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നമ്മൾ ആ സർവറിലൊക്കെ കയറി കളിക്കുന്നതായിരിക്കും. ഒരു ബെഡ് റെഡി. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അത് ഈ ഭാഗത്തോട്ട് പോകാം. ഒടുക്കത്തെ വലിയ പ്ലൈൻസാട്ടോ ഗൈസ്, നല്ല വലിപ്പമുണ്ട്. ഓ ഗൈസ്, ഇതാ നമ്മളെ പ്ലെയിൻസിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറി ബ്ലോസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ്. ഇതിൻ്റെ എവിടേക്കായിട്ട് ബേസ് പണിഞ്ഞാലോ? ഇപ്പം എവിടേക്കായിട്ട് ബേസ് പണിയും. നല്ല വലിപ്പമുള്ളൊരു പ്ലെയിൻസും ഉണ്ട്. ഇതേ കേസ് നോക്കൂ, അവിടെ ഒരു കേവ് നല്ല രസമുണ്ടല്ലോ. സ്പ്രൂസിൻ്റെ ട്രീ ഒന്നും ഇവിടെ ഇല്ലേ? ഇവിടെ ഒന്നുമില്ല. ഇതേ അവിടെ എന്തൊരു ഫോറസ്റ്റ് പോലെ കാണുന്നുണ്ട്. ഫോറസ്റ്റ് ഒന്നല്ല കുയിസ്, അതും പ്ലെയിൻസാണ്. വലിയ പ്ലെയിൻസൊക്കെ തന്നെയാണ്, വേറൊന്നും കാണില്ല. ഞാൻ വിചാരിച്ചൊരു വില്ലേജെങ്കിലും അടുത്ത് കാണുന്നു. ഇല്ല, നമുക്ക് ഇനി തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോകാം. സ്കൂയി നമ്മൾ തിരിച്ച് നമ്മളെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യത്തിന് നല്ല വലിയ ബേസ് വെക്കാനൊക്കെ പ്ലാൻഡ്. അപ്പോൾ എന്ത്, കുറച്ച് പണിയുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാം. ഇവനെ കൊല്ലാം. എനിക്ക് മനസ്സിലായി എന്തൊക്കെ ഒരു ഇത് കിട്ടാത്തത്. അത്രയും കാലം ജാവ കളിച്ചിട്ട് ബെഡ് റോക്കിലോട്ട് എന്നുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 200 സബ്ബാണ്. അപ്പോൾ നമ്മളെ പഴയ ചാനലൊക്കെ പോയി എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മറ്റേ ചാനൽ 317 എത്രയായിരുന്നു, അത് ഈ ചാനൽ പെട്ടെന്ന് തന്നെ ആക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതിലേക്കും ബൈ പറഞ്ഞതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സർവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ IP ബോട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കുക. അറ്റർനോസ് ആണ്. അപ്പോൾ കളിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.